ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ കൂർഗിലാണ് കേട്ടോ. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 3 ഫ്രണ്ട്സ് വിത്ത് ഫാമിലി. അപ്പോൾ നിങ്ങൾ ഓണത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ 4 ഫ്രണ്ട്സ്. അതിൽ 4ാമത്തെ ഫ്രണ്ട് ആശയുടെ നാടാണ്. ആശയുടെ മോൻ്റെ നെയിമിങ് സെറിമണി മാമോദീസയ്ക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേ ആണ്, ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേ ആണ്. മാമോദീസ ഫംഗ്ഷൻ്റെ ഒരു 2 ദിവസം മുന്നേ തന്നെ ഞങ്ങളവിടെ ചെന്നു, ജസ്റ്റ് അവിടെയൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആ ഹോം സ്റ്റേയുടെ ജസ്റ്റ് വീഡിയോ എടുത്തിരിക്കുന്നതാണ്. ആ കാണുന്ന വീടാണ്. അതിൻ്റെ മുകളിൽ 2 പോർഷൻ ഉണ്ട്. 2 ടീംസിന് യൂസ് ചെയ്യാം. അതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പോർഷൻ എന്ന് പറയുന്നത് 2 ബെഡ്റൂം, നല്ല വലിയ 2 ബെഡ്റൂം, കിച്ചൺ, പിന്നെ 2 ബാൽക്കണി, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ചുറ്റുമുള്ള ഭാഗം നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ക്യാമ്പ് ഫയറിന് ഉള്ള സ്ഥലമുണ്ട്. ഡൈനിങ് സ്പേസൊക്കെ താഴെ ഇപ്പോൾ കാണാം. അവിടെ ആ ഒരു പോർഷനിലാണ് ഡൈനിങ് സ്പേസും ഒരു ഊഞ്ഞാലും, പിന്നെ നമുക്ക് ടീമായിട്ടിരുന്ന് സംസാരിക്കാനും ഒക്കെ. ഒരു കാപ്പിത്തോട്ടമാണ്, കാപ്പി എസ്റ്റേറ്റ് ആണ് അത്. നമുക്ക് അവിടെ മുഴുവൻ നടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. എന്തിനും ഒരു കുഴപ്പമില്ല. ചുറ്റുവട്ടത്തൊന്നും അധികം വീടുകളില്ല, അതുകൊണ്ട് തന്നെ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെയുള്ള സ്ഥലം. ഞങ്ങൾ ഹോം സ്റ്റേയിൽ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ആദ്യം പോയത് നിസർഗധാം കാണാനാണ്. അതൊരു ബാംബു പാർക്കാണ്. അവിടെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ബാംബൂസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് ബാംബൂസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു വലിയ പുഴയുണ്ട്. ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഞങ്ങൾ ചെന്ന സമയം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അവിടെ. എന്നാലും അത്യാവശ്യത്തിനുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ മൊത്തത്തിൽ കൂർഗ് എന്ന് പറയുന്നത് ഒരു നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു തണുത്ത ക്ലൈമറ്റാണ്. വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ചൊരു ക്ലൈമറ്റിനൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. എന്നാലും ക്ലൈമറ്റ് മൊത്തത്തിൽ ബാംഗ്ലൂർ ഉള്ളതിനേക്കാളും നല്ല തണുത്ത ക്ലൈമറ്റ് തന്നെയായിരുന്നു. ആ പുഴയുടെ മുകളിലൂടെയുള്ള തൂക്കുപാലം കടന്നിട്ടാണ് ബാംബു പാർക്കിലേക്ക് പോയത്. അവിടെ ഒരുപാട് ബേർഡ്സൊക്കെ ഉണ്ട്. നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കുട്ടികൾക്കൊക്കെ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാനും, കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു ഏരിയ. അതിനപ്പുറം വലിയ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിനകത്ത് കുറച്ച് ശാന്തസുന്ദരമായ കുറച്ച് സ്ഥലം, നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കാം. പിന്നെ നടക്കാനായിട്ട് അവർ സെപ്പറേറ്റ് പാത്വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മരം കണ്ടോ, അതും ഒരു പുലിയുടെ പിക്ചർ വരച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് തോന്നും പുലി അതുമേന്ന് ഇറങ്ങി വരുന്ന പോലെ. അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതുപോലെ പല മൃഗങ്ങളെയും വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൂർഗിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ അവിടെ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം ഫാമിലീസായിട്ട് പോയതുകൊണ്ട് അവരുടെ പ്രൈവസിയും കൂടി നോക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച്. അതുപോലെ അവിടെ നമുക്ക് ബേർഡ്സിനെയൊക്കെ പിടിക്കാനും കയ്യിൽ എടുത്ത് പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഇത് ഓസ്ട്രിച്ച്, 2 ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു അതിനുള്ളിൽ. ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയുടെ പേര് കാവേരി ഹോം സ്റ്റേ എന്നാണ്. അതിൽ മാക്സിമം ഒരു 10 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. 2 ഡബിൾ കോട്ട് ബെഡും, പിന്നെ അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അതും അവർ തരുന്നതാണ്. നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, നല്ല സ്ഥലമാണ്, ആംബിയൻസും നല്ലതാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂർഗിലുള്ള ഒരുപാട് തരം ഹോം സ്റ്റേസ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതിൽ നമുക്ക് പറ്റുന്നത് ഏതാണോ അത് നമ്മൾ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ കൂടുതലും തത്തകളുടെ വെറൈറ്റിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കാണാത്ത തരം കളറുകളും, ഞാൻ കാണാത്ത തരം വെറൈറ്റികളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പല കളറിലും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് മറ്റ് സൂവോ അല്ലെങ്കിൽ ഇതുപോലെ ബേർഡ്സിൻ്റെ ഇതിലോ ഒക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റാണ് അവിടെ. അതാണ് മെയിനായിട്ട്. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അതിനുള്ളിലെ ഒരു വലിയൊരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് കയറാം. നമ്മുടെ കയ്യിലേക്ക് അവർക്ക് കൊടുക്കാനുള്ള തീറ്റ തരും. അപ്പോൾ ആ തീറ്റ നമ്മൾ കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മുടെ കയ്യിലൊക്കെ വന്നത് റിൻഡയുടെ 2 കയ്യിലും നിറയെ വന്നിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ അത്, ഞങ്ങളുടെ കയ്യിലൊക്കെ വന്നിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് 2 ഫ്രണ്ട്സിനെയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു.
അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടതാണ്. ജാക്കി ചേച്ചിയുടെയും ജോയ് ചേട്ടൻ്റെയും ഫ്രണ്ട്സാണ് അവർ. അവിടെ ചെന്ന് ഞങ്ങളും പരിചയപ്പെട്ടു. ഞങ്ങൾക്കും അവർ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് കൂർഗിൽ ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഒരു മടിയും കൂടാതെ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. പിന്നെ അവരുടെ മോനും ഒരു ചെറിയ മോനുണ്ട്, അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ കാട്ടിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അവിടെ പാറക്കെട്ടിലൊക്കെ നല്ല വഴുക്കലുണ്ട്, ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് കാലൊക്കെ നനച്ച് പിന്നീട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അത്ര നേരം നിന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ പോയത് അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ കാണുന്നതാണ്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിനകത്ത് ഗോൾഡൻ ടെമ്പിൾ മാത്രമല്ല സ്കൂളും ഒക്കെ ഉണ്ട്. ബുദ്ധാസ് കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സ്കൂളും അവർ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിനുള്ളിൽ കുറച്ച് നേരം ആ ടെമ്പിളിനുള്ളിൽ ഇരുന്നു. നല്ല തണുപ്പാണ് അതിനുള്ളിൽ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു ഡാമുണ്ട്. ഡാമിലേക്ക് പോയി. ഡാമിൻ്റെ ഒരു സൈഡ് മുഴുവൻ കാടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് വെള്ളം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ വേനൽക്കാലത്താണ് പോയത്, അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല, ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. കാരണം അവിടെ ക്രൊക്കഡൈലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവന് പേടിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല. മുകളിലൂടെ നടന്നു. നല്ല സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് പോരാൻ പോലും തോന്നിയില്ല. അത്ര നല്ല ഒരു ഏരിയ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ബാംഗ്ലൂർ നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂട് തോന്നിയിരുന്നു. നാട്ടിലെ പോലെ തന്നെ സ്വെറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഏരിയയിൽ കൂർഗിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ മെയിനായിട്ട് 3 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ തിരിച്ചു പോരാനേ തോന്നിയില്ല. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കൂർഗിൽ ചെന്ന് അന്ന് തന്നെയാണ് ജാക്കി ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചത്. കേക്കിന്റെ മുകളിലേക്ക് ഇല്ല, തിരിച്ചപ്പോ പ്രശ്നം. ചേച്ചി കൊടുക്ക്, ചേട്ടന് കൊടുക്ക്, ചേട്ടന് കൊടുക്ക്. അത് കറക്റ്റ് ആദ്യമേ അത് ആദ്യമേ തിരിക്കുമ്പോ കറക്റ്റ് തിരിച്ചില്ലെങ്കിൽ പോകും. ആദ്യം മക്കളെ രണ്ടുപേരുടെ യൂട്യൂബിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഇട്ടോ ഞാനും റിൻ്റെയും കൂടി ചേച്ചിക്ക് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയൊക്കെ ചെയ്തു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഞങ്ങളങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. നല്ല അടിപൊളി ഒരു ഹാൻഡ് ബാഗ് ആയിരുന്നു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. ഒരുപാട് വലിയ ഫംഗ്ഷനൊന്നുമല്ല, ഒരു കുഞ്ഞു ഫംഗ്ഷൻ. ഞങ്ങൾ 6 പേര് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷൻ. ഞങ്ങൾ രണ്ടുപേരും ചേച്ചിക്ക് കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഫുഡ് ഞാൻ എവിടെയും പോയി കഴിച്ച ഫുഡിൻ്റെ ഒന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ചേച്ചിയുടെ ബർത്ത്ഡേയുടെ ഫുഡ് ഹോം സ്റ്റേയിൽ തന്നെ അറേഞ്ച് ചെയ്യാണ് ചെയ്തത്. ഇത് നെക്സ്റ്റ് ഡേ തലക്കാവേരി പോയിരുന്നു. അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതിന് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാം. അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. നെയ്മിങ് സെറിമണിയുടെ വീഡിയോസ് ഒന്നും ഞാൻ ഇതിലിടുന്നില്ല. അതൊരു ഫാമിലി ഫംഗ്ഷനാണ്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.